സ്പഞ്ച് കുഴിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു കാരണമല്ല, 3-4 കാരണങ്ങളുണ്ട്. അതിലേറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ, മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പഞ്ച് കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്ന കാര്യം പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗറിന്റെ ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന 1/4 കപ്പ് ഷുഗറാണ്. ഷുഗർ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാസ്റ്റർ ഷുഗർ, നമുക്ക് അധികം വലിയ ഗ്രാനുലേറ്റഡ് ഷുഗർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ തരിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ, ചെറിയ തരിയുള്ള പഞ്ചസാര, അതാണ് നമ്മൾ 1/4 കപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഏറ്റവും വലിയ തരിയുള്ള ഒരു പഞ്ചസാരയാണെന്ന് വിചാരിക്കുക. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അത് ഷുഗർ 1/4 കപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഷുഗറിന്റെ അളവ് നമ്മുടെ കേക്കിനകത്ത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെന്റർ ഭാഗം കുഴിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷുഗറിന്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് കേക്ക് കുഴിഞ്ഞു പോയതെങ്കിൽ ആ കേക്കിന്റെ മുകൾ വശം ഒരു ക്രിസ്പി ലെയർ പോലെ ഉണ്ടാവും. ഒരു ചെറുതായിട്ടൊരു ബിസ്ക്കറ്റ് പോലെ നമുക്ക് ആ ഒരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ക്രിസ്പി അങ്ങനെ പൊട്ടിച്ചെടുത്ത മുരിഞ്ഞ പോലെ ഉണ്ടാവും. നമുക്കത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ആ ഒരു മുരിഞ്ഞ പോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഷുഗറിന്റെ ക്വാണ്ടിറ്റി കൂടിയതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഷുഗറിന്റെ ക്വാണ്ടിറ്റി കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കേക്കിന്റെ ഈ സെന്റർ ഭാഗം കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടോ.